കേരളം ചൂടിൽ തിളച്ചുമറിയവേ പാലക്കാട് ഈ സീസണിൽ ഏറ്റവും കൂടിയ ചൂട് അത് വ്യാഴാഴ്ച രേഖപ്പെടുത്തി 39.8 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. ഈ കൊടും ചൂടിനിടെ റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. വ്യാഴാഴ്ച പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം അത് 10,908 കോടി യൂണിറ്റാണ്. വിവിധയിടങ്ങളിൽ അപ്രഖ്യാപിതമായിട്ടുള്ള വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സാരംഗ്, ഗുഡ് മോർണിംഗ്. വലിയ ചൂടാണ്. വലിയ ചൂടെന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് പോലും ഉഷ്ണം അനുഭവപ്പെടുന്ന തരത്തിൽ ഹ്യൂമിഡിറ്റിയും ഉയർന്ന താപനിലയും ഒക്കെ രേഖപ്പെടുത്തുന്ന സാഹചര്യം. രാവിലെ തന്നെ ഏതാണ്ട് 28 ഡിഗ്രിയൊക്കെയാണ് രാവിലെ ഫോണിൽ നോക്കിയപ്പോൾ കണ്ടത്. എന്താണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്ന സാഹചര്യം? ഇനിയും ഈ ചൂട് എത്ര ദിവസം ഇങ്ങനെ തുടരും? ഒരു വേനൽ മഴയ്ക്കുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? എൽദോ, കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ചെറിയൊരു ആശ്വാസമായി ഒരു വേനൽ മഴയുടെ സാധ്യത കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള വേനൽ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ചൂടിന് വരും ദിവസങ്ങളിൽ ചെറിയൊരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പല ജില്ലകളിലും 12 ജില്ലകളിൽ യെല്ലോ അലേർട്ടായിരുന്നു. ഈ ചൂടുമായി ബന്ധപ്പെട്ട് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് രേഖപ്പെടുത്തിയത്. അത് അനുഭവവേദ്യമാകുന്നത് അതിലധികമായിരിക്കും. 40-ന് മുകളിലേക്കായിരിക്കും ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് എന്ന് പറയുമ്പോൾ ആ രേഖപ്പെടുത്തിയതിനേക്കാളും മുകളിലായിരിക്കും. മാത്രമല്ല തിരുവനന്തപുരം അടക്കമുള്ള ഈ ഒരു മലയോര മേഖലകൾ ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ ഈ ഒരു കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള കോഴിക്കോടും കാസർഗോഡും അടക്കമുള്ള ഈ ഒരു തീരദേശ പ്രദേശങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഹ്യൂമിഡിറ്റിയാണ്. ഈ ഒരു ഹ്യൂമിഡിറ്റിയും ഒപ്പം തന്നെ ചൂടും കൂടി ഒരുമിച്ച് വരുമ്പോൾ ജനങ്ങൾക്കത് വലിയ രീതിയിലുള്ള ഈ ഒരു ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ട് വലിയ രീതിയിൽ ഉണ്ടാകും. നിർജ്ജലീകരണത്തിനടക്കം ഇത് കാരണമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് ഈ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ നിർജ്ജലീകരണവും സൂര്യാഘാതത്തിന് അടക്കമുള്ള വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള, അതായത് തൊഴിലുറപ്പ് പോലെയുള്ള പല ജോലികളിലും, ഒപ്പം ഇപ്പോൾ നമുക്കറിയാം ദേശീയപാതയുടെ അടക്കം ജോലികൾ പുരോഗമിക്കുന്ന സമയമാണ്, കൂടുതലും പ്രവർത്തികൾ നടക്കുന്ന സമയവുമാണ്. ആ സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കുന്നത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത്തരത്തിലുള്ള സൂര്യാഘാതത്തിനടക്കം കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ഇതിന് പ്രതിവിധികൾ കണ്ടെത്തണമെന്നാണ് ഈ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതായത് കൃത്യമായി ദാഹമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കാനും ഒപ്പം കുടയടക്കമുള്ള കാര്യങ്ങൾ കയ്യിൽ കരുതാനും അടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. മാത്രമല്ല മറ്റ് നിർദ്ദേശങ്ങളും, അതായത് ഈ ഒരു കുട്ടികളെയും മറ്റും അംഗനവാടികളും സ്കൂളുകളും അടക്കമുള്ള സ്ഥലങ്ങളിലും വായുസഞ്ചാരമടക്കം ഉറപ്പാക്കാനുള്ള നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തു തന്നെയായാലും ചൂട് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വേനൽക്കാലം ആരംഭിച്ചിട്ടേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടും. പക്ഷേ അതിന് കൂടുതൽ ഒരു ചെറിയ രീതിയിലുള്ള ആശ്വാസമായെങ്കിലും വേനൽ മഴയുടെ സാധ്യതകൾ കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. റൈറ്റ്. എന്നാലും വേനൽ മഴ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും സംസ്ഥാനത്ത് ചൂട് അത് രൂക്ഷമാണ്. വലിയ ചൂട് അനുഭവപ്പെടുന്നു. അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് കരുതാം. ഇനി ഇതിനിടയിലാണ് ഈ വൈദ്യുതി പ്രതിസന്ധിയൊക്കെ വരുന്നത്. വൈദ്യുതി പ്രതിസന്ധി, നമ്മൾ വൈദ്യുതി ഉപയോഗം നോക്കി വേണം. ലൈറ്റ്, ഫാനൊക്കെ ഒഴിവാക്കാൻ പറയുക ക്രൂരമാണെന്നറിയാം. എങ്കിൽ പോലും ലൈറ്റൊക്കെ ഒന്ന് നോക്കിയൊക്കെ ഉപയോഗിക്കുക എന്നാണ് പറയുക. പരമാവധി നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമം ഉണ്ടായാൽ അത് നല്ലതായിരിക്കും, നമുക്ക് വേണ്ടി തന്നെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.